ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ? അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ നമ്മുടെ അനാമികയുടെ കള്ളഗർഭവുമായിട്ട് അനാമിക മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പൊ ഇതിനിടയിലാണ് നന്ദുവിന് ഒരു വിവാഹാലോചന വന്നത്. ഒരു കോടീശ്വരൻ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അനാമികയ്ക്ക് അത് അത്രയ്ക്ക് പിടിക്കുന്നില്ല. അനാമിക എന്താണ് ചെയ്യുന്നത്? ആ വിവാഹം മുടക്കാനായിട്ട് വേണുവിനെ ആ ചെറുക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. പക്ഷെ ആ വീട്ടിലുള്ളവര് കുറച്ച് വിവരവും ബോധവും ഉള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന് നമ്മുടെ നന്ദാവനത്തിൽ വിളിച്ചു പറയുന്നു. നിങ്ങളുടെ മോടെ വിവാഹം മുടക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു വിട്ടേക്കുന്ന വീട്ടിലെ ഒരു ചെറുക്കനെ വെച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അനന്തമൂർത്തിയുടെ കൊച്ചുമകനായ അനിയുമായിട്ട് നന്ദുവിന് ബന്ധമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും തന്നെ ഇത് നമ്മുടെ നയനിയോടും നവ്യയോടും കനകദുർഗ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നയന പറയുന്നുണ്ട്, ഇത് വേറെ ആരുമല്ല, ഇത് അവളുടെ ഒരു കളി തന്നെയാണ്. അവളായിരിക്കും ഈ വിവാഹം മുടക്കാൻ നോക്കിയിരിക്കുന്നത്. അവളല്ലാതെ വേറെ ആരും ഈ വിവാഹം മുടക്കാൻ നോക്കില്ല. അതുകൊണ്ട് അനാമികയാണ് ഈ ഒരു കാര്യത്തിന് ഉത്തരവാദി, അവളാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യണം, ഇതിന്റെ പേരിൽ അവിടെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെ ജീവിതമാണ് പോകുന്നത്. അവള് ഇപ്പം ഗർഭിണിയാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ നയന പറയാണ്, അവള് ഗർഭിണിയാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? അവള് ഗർഭിണിയൊന്നുമല്ല, അവള് വെറുതെ അഭിനയിക്കുന്നതാണ്. ഏതായാലും ലക്ഷണങ്ങൾ കണ്ടപ്പോൾ നവ്യേച്ചിക്ക് അത് നന്നായിട്ട് മനസ്സിലായി. നവ്യേച്ചി ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഒരു ഗർഭിണിക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണുള്ളതെന്ന് അറിയാൻ വേണ്ടി ഇത്ര പ്രയാസമൊന്നുമില്ലല്ലോ. അതുമല്ല, നമ്മുടെ നവ്യേച്ചി കുറെ നാള് കള്ളഗർഭമായിട്ട് നടന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് നവ്യേച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നവ്യേച്ചി അത് കൈയോടുകൂടി പൊക്കാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അതുമാത്രമല്ല, ഇവിടെ ആദർശേട്ടന്റെ അമ്മയ്ക്കും കുറച്ച് സംശയമൊക്കെ ഉണ്ട്. ഞങ്ങള് ഡോക്ടറിന്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഇരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനകദുർഗ പേടിച്ചു പോവാണ് കേട്ടോ. അയ്യോ, അപ്പം ആ മോനെ അനാമിക പറ്റിക്കായിരുന്നോ എന്ന് കൺഫേം ആയിട്ട് പറയാൻ പറ്റിയില്ല അമ്മേ. അതിന് ഇതുവരെ സമയമായിട്ടില്ല. ഏതായാലും ഞങ്ങള് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കട്ടെ എന്നൊക്കെ പറയണം. അപ്പൊ ഇതിനിടയിലാണ് ഈ കള്ളഗർഭം പൊക്കുവോ ഇല്ലയോ എന്നറിയാതെ പേടിച്ചു വിറച്ച നമ്മുടെ അനാമിക നടക്കുന്നത്. അപ്പൊ അനാമിക ഡോക്ടറിനോട് പോയി സംസാരിക്കുന്നുണ്ട്. എത്ര പൈസ വേണമെങ്കിലും ഡോക്ടർക്ക് തരാം, ഒരിക്കലും ഞാൻ ഗർഭിണിയല്ല എന്ന് ആരോടും പറയരുത്, ആര് വന്ന് ചോദിച്ചാലും ഞാൻ ഗർഭിണിയാണെന്ന് പറയണമെന്ന് ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറയുന്നുണ്ട്, അത് എന്റെ എത്തിക്സിന് നിരക്കാത്ത ഒന്ന് തന്നെയാണ്. ഗർഭിണിയല്ലാത്ത നിന്നെ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർഭം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടുപോകുന്ന സംഭവമൊന്നും അല്ലല്ലോ, ഇതിനൊരു അവസാനം ഉണ്ടല്ലോ. 9 മാസവും ഇത്ര ദിവസവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കണം. അങ്ങനെ പ്രസവിച്ചില്ലെങ്കിൽ നീ ഗർഭിണി അല്ലെന്ന് അറിയില്ലേ? അപ്പൊ പിന്നെ നിന്റെ ഈ കള്ള നാടകമൊക്കെ പൊളിയില്ലേ? അതിന്റെ കൂടെ തന്നെ ഞാനും കൂടെ അറസ്റ്റിലാകും, എന്നെയും കൂടെ പോലീസ് പൊക്കിക്കൊണ്ട് പോകും. അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും വേണു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതൊക്കെ തരാം, എത്ര കോടികൾ വേണം അതൊക്കെ തരാം. അറിയാലോ, അനന്തപുരി തറവാട്ടിലെ മരുമകളാണ് ഇവള്. അപ്പൊ ഇവളോട് അവിടെ ഉള്ളവർക്ക് സ്നേഹം കുറവാ. അപ്പം എല്ലാവർക്കും സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയും ഇവളുടെ ജീവിതം അങ്ങേയറ്റത്ത് പോയി നിൽക്കുകയാണ്. എപ്പോഴാ തകരുന്നതെന്ന് അറിയാൻ പറ്റില്ല ഡോക്ടറെ. അപ്പം എനിക്കാണെങ്കിൽ വേറൊരു റിലേഷനും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ എന്റെ മോൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല ഡോക്ടറെ. ഇതിവരുടെ കുടുംബജീവിതം നന്നായിട്ട് പോകാൻ വേണ്ടിയാ. അതുകൊണ്ട് ഡോക്ടർ നല്ലതിന് വേണ്ടി ഒരു കള്ളം പറയുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറിന് എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ഡോക്ടർ ലാസ്റ്റ് സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, ഓക്കെ, ഏതായാലും ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ സെറ്റാക്കിക്കോണം. ലാസ്റ്റ് ഇത് എന്റെ പേരിലേക്ക് ഒന്നും വരരുത്, എന്റെ ജോലി പോകുന്നതിനിടയാകരുത്. പിന്നെ അനന്തമൂർത്തിയോടും അതുപോലെ അവരുടെ കുടുംബത്തിനോടും കുറച്ച് കടപ്പാടൊക്കെ ഞങ്ങൾക്കും ഉള്ളതൊക്കെ തന്നെയാണ്. ഈ ഹോസ്പിറ്റൽ ഒരു മാനേജ്മെന്റ് ഹോസ്പിറ്റൽ ആണെന്ന് അറിയാലോ. ഇത് കെട്ടിയുയർത്താൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അപ്പൊ അതില് ഒരു പകുതി പങ്ക് അനന്തമൂർത്തി വഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കാൻ താല്പര്യമില്ല. അതുമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും ഈ പറയുന്ന അനന്തമൂർത്തി ക്ഷമിക്കാനും പോകുന്നില്ലെന്നൊക്കെ പറയുകയാണ്. ഏതായാലും ഇതിനെ തുടർന്ന് കള്ളനാടകം ഇങ്ങനെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനാമിക ഒരു പണിയൊന്നും ചെയ്യാതെ താൻ ഗർഭിണിയാണെന്നും പറഞ്ഞ് മാറി മാറി നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയത്താണ് നമ്മുടെ വേണു ഒരു കാര്യം അറിയുന്നത്. അപ്പൊ വേണു അറിയാൻ പോവുകയാണ്, കരൾ നയനയുടേതാണ് നമ്മുടെ ദേവി എനിക്ക് വെച്ചതെന്ന്. അപ്പൊ വേണുവോ ജലജയോ ജാനകിയോ
അതുപോലെ രേവതിയോ അനാമികയോ ഒന്നും ഇതുവരെ, അഭിയോ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഈ കരള് നയനയുടെ കരളാണ് മാറ്റി വെച്ചത് എന്ന്. പക്ഷേ ആ വിവരം ആ ഹോസ്പിറ്റലിലെ തന്നെ ഒരു സിസ്റ്റർ പറയുകയാണ് കേട്ടോ, ഇങ്ങനെ തന്നെയാണ് സംഭവം എന്ന്. ഇത് കേട്ടതും വേണു ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ ആകെപ്പാടെ ഒരു ഞെട്ടൽ വേണുവിന്. വേണു ഉടനെ തന്നെ അനാമികയെ, മോളെ എനിക്ക് ഇപ്പൊ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അനാമികയെ വിളിച്ച് വീട്ടിൽ വരുത്തുകയാണ്. അപ്പൊ രേവതി ഉണ്ട്. അപ്പൊ ഈ അനാമികനെ വിളിച്ച് വീട്ടിൽ വരുത്തുന്ന വേറൊന്നും കൊണ്ടുമല്ല, മൂർത്തിയെയും രേവതിയെയും അനന്തപുരി തറവാട്ടിലേക്ക്, മൂർത്തിയല്ല കേട്ടോ സോറി, വേണുവിനെയും രേവതിനെയും അനന്തപുരി തറവാട്ടിലേക്ക് മൂർത്തി കയറ്റില്ല. കാരണം മൂർത്തിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അനാമികേനെ ഇങ്ങനെ പാഴാക്കി മാറ്റിയത് ഒരു പാഴ് ജന്മം തന്നെയാണ് അനാമിക. അപ്പൊ അങ്ങനെയാക്കി മാറ്റിയത് വേണുവാണെന്നും വേണുവും രേവതിയും ആ വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാലാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നും, അതുപോലെ തന്നെ ഒരു കള്ളനോട്ടിന്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പകുതി പേരും ചിലപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിന്റെ മുമ്പ് കിടക്കുന്ന കഥകൾ നോക്കിയാൽ മതി. നമ്മൾ തുടർച്ചയായിട്ട് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കള്ളനോട്ടിലൊക്കെ വേണുവിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മൂർത്തിയാണ് രക്ഷിച്ചത്. പക്ഷെ അനിയുടെ ജീവിതം പോകരുത്, നമ്മുടെ അനാമിക ഗർഭിണിയാണല്ലോ എന്നോർത്ത് മാത്രമാണ് അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ മൂർത്തി. അല്ലെങ്കിൽ പിന്നെ ഈ വിഷയം എല്ലാവരോടും പറയായിരുന്നു. പക്ഷെ ആരും അറിയണ്ട, അനിയുടെ ജീവിതമാണല്ലോ, അവർക്കൊരു കുഞ്ഞു ഉണ്ടാകാൻ പോകുക, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി ജീവിതം തകർക്കണ്ടല്ലോ എന്ന് ഓർത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വേണുവിനോടും രേവതിയോടും വീട്ടിലേക്ക് അനന്തമൂർത്തി പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന്. അതുകൊണ്ട് അനാമിക പോവുകയാണ്. അനാമിക കാണാൻ ചെല്ലുന്നു. കാണാൻ ചെല്ലുമ്പോൾ വേണുവിനോട് ചോദിക്കുക, എന്താ അച്ഛൻ എന്നെ വിളിച്ചു വരുത്തിയതെന്ന് ചോദിക്കുമ്പോൾ, വേറൊന്നും അല്ല മോളെ, മോക്കറിയാമോ നിന്റെ വല്യമ്മ ഉണ്ടല്ലോ ആ ദേവയാനി, അവൾക്ക് ആരാ കരള് കൊടുത്തെന്ന് മോൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, അത് ആരാണെന്ന് ഇതുവരെ അറിയില്ല അച്ഛാ, ഇതുവരെ അത് ആരാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ആദർശേട്ടനും അതുപോലെ തന്നെ കുറച്ചു പേർക്കൊക്കെ അറിയാം. ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താനോ ആ പെൺകുട്ടിയുടെ വേറെ ഒരു അഡ്രസ്സ് പോലും വെളിപ്പെടുത്താൻ ആ പെൺകുട്ടി തയ്യാറല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറെ പണങ്ങളോ സ്വത്തുക്കളോ ഒക്കെ അങ്ങോട്ടേക്ക് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ പെൺകുട്ടിക്ക് അത് വേണ്ടാന്നൊക്കെയാ പറഞ്ഞ് നിരസിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു പറയാ, നമ്മളെ എല്ലാവരും വിഡ്ഢിയാക്കുമായിരുന്നു മോളെ, നമ്മളെ മാത്രമല്ല, അതുപോലെ ദേവയാനിയെയും ജലജയെയും ജാനകിയെയും ഒക്കെ വിഡ്ഢിയാക്കുമായിരുന്നു. ഇവർക്കാർക്കും അറിയില്ലല്ലോ ആരാ കരള് കൊടുത്തത് എന്ന്. പക്ഷെ എനിക്ക് ആ പെൺകുട്ടീനെ മനസ്സിലായി എന്ന് പറയുമ്പോ, അതേത് പെൺകുട്ടിയാ, അല്ല അച്ഛൻ അതെങ്ങനെ മനസ്സിലായി, നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ, അവിടെ വെച്ച് ഞാൻ ഒരു സിസ്റ്ററിനെ കണ്ടു, മോള് പോയി കഴിഞ്ഞപ്പം ആ സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത് നിന്റെ വീട്ടിലൊരാള് തന്നെയാ കൊടുത്തിരിക്കുന്നത്, അനന്തപുരി തറവാട്ടിലെ ഒരു മരുമകള്. അതാരാ, അത് വേറെ ആരുമല്ല, നയനയുടെ കരളാണ് ദേവയാനിക്ക് മാറ്റി വെച്ചിരിക്കുന്നതെന്ന്. ഇത് കേട്ടത് അനാമിക ഞെട്ടിപ്പോയി. എന്റെ ഈശ്വര, അപ്പം നയനയുടെ കരളോ, അപ്പം നയന, അയ്യോ എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അച്ഛാ, അച്ഛനോട് ആരെങ്കിലും വെറുതെ പറഞ്ഞായിരിക്കും, ഒരിക്കലും അത് സത്യമല്ല. അപ്പൊ രേവതി വന്നിട്ട് പറഞ്ഞു, മോളെ അത് സത്യമാ, അച്ഛൻ ആദ്യം പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, പിന്നെ ആ നേഴ്സിന്റെ നമ്പർ മേടിച്ച് അച്ഛൻ വിളിച്ചു, അപ്പോഴാണ് ഞാനും വിശ്വസിച്ചത്. അവിടെ എല്ലാ പ്രൂഫുകളും ഉണ്ട്, കരള് മാറ്റിവെച്ചവരുടെ രേഖയൊക്കെ അച്ഛനെ കാണിച്ചു, അത് നയന തന്നെയാണ് എന്നിങ്ങനെ അറിയാം. ആകെപ്പാട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ എന്ത് ചെയ്യൂ അച്ഛാ, ഇത് വല്യമ്മ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സ്നേഹിച്ചു തുടങ്ങില്ലേ. അല്ല, നിന്റെ വല്യമ്മ ഇത് അറിഞ്ഞോ ഇല്ലോ എന്ന് നിനക്കറിയാമോ? ഇനിയിപ്പം അറിഞ്ഞിട്ട് നിന്റെ വല്യമ്മ നാടകം കളിക്കുന്നതാണെങ്കിലോ, അതും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അന്ന് അവളെ കൂട്ടിക്കൊണ്ടു വന്നില്ല വല്യമ്മ, അതിൽ പിന്നെ അവളോട് എന്തോ ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഒക്കെ ഉണ്ട്. അന്നേ എനിക്ക് സംശയം തോന്നിയതാ. അതിനിടയിൽ ജലചപ്പച്ചി പറഞ്ഞതാ ഇനി അവളാണോ കരള് കൊടുത്തത് എന്ന്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴേ ശരിയാ, അവള് തന്നെയായിരിക്കും കരള് കൊടുത്തത്, എനിക്ക് ഉറപ്പുണ്ട്. അവള് തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇതറിഞ്ഞു കാണുമോ വല്യമ്മ? അതാ എനിക്കിപ്പോ ടെൻഷൻ. ഇത് നിന്റെ വല്യമ്മ അറിഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, അറിയാൻ ചാൻസ് കുറവാണ്. കാരണം അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ വല്യമ്മ നിന്നെ സ്നേഹിക്കാതെ അവളെ സ്നേഹിച്ചു തുടങ്ങിയാനെ. അല്ല, അവളോട് എന്ത് സോഫ്റ്റ് കോർണർ ഉണ്ടച്ചാ? അതൊന്നും എനിക്കറിയില്ല. ഏതായാലും അവളാണ് കരള് കൊടുത്തതെന്ന് ഇനി വേറെ ആരും അറിയരുത്. നിന്റെ അമ്മായിയമ്മ അറിഞ്ഞാലും അവളോട് ഒരു ചെറിയ സോഫ്റ്റ് കോർണറും വരും, അത് മോള് ഓർത്തോ. പിന്നെ അനിക്കിതറിയാമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അനിക്കറിയാം കരള് കൊടുത്തിരിക്കുന്ന ഏതോ ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അനിക്കും ഇതറിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ഏതായാലും എല്ലാം കൊണ്ട് നമ്മൾ കുടുങ്ങിയിരിക്കുക. അവൾമാർക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഓരോ കച്ചിത്തുരുമ്പുകൾ അവൾമാർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കരള് കൊടുത്തത് നയനെ ആയതുകൊണ്ട് തന്നെ അത് നവ്യനെയും ബാധിക്കും. കാരണം നവ്യയുടെ
അനീതിയാണല്ലോ നയന. അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള എല്ലാ സോഴ്സും അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ മോൾ ഇപ്പോഴും കള്ളത്തരത്തിലൂടെയാ അവിടെ നിൽക്കുന്നത്. മോളുടെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞ് തന്നെ കള്ളമാണ്. അതും കൂടെ പുറത്തു വന്നു കഴിഞ്ഞാലേ നീ ആ വീട്ടിൽ നിന്ന് എത്രയും വേഗം വെളിയിൽ ചാടേണ്ട വരും. അല്ലെങ്കിൽ മോളെ വെളിയിൽ ചാടിക്കും. അതുകൊണ്ട് തന്നെ മോൾ എത്രയും പെട്ടെന്ന് ഗർഭിണിയാകണം. എന്താ അച്ഛാ ഈ പറയുന്നത്? ഞാൻ ഗർഭിണിയാകാനോ? ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ലെന്ന് അച്ഛനത് അറിയില്ലേ? അത് പിന്നെ അതൊക്കെ എനിക്കറിയാം. ഞാന് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കാമോ എന്ന് നോക്കട്ടെ. അനന്തപുരി തറവാട്ടിലെ ഒരു മരുമകളെ എന്ന സ്ഥാനത്തിനേക്കാൾ ഉപരി അനന്തപുരി തറവാട്ടിലെ സ്വത്തുക്കളെല്ലാം നമ്മുടെ കയ്യിൽ വന്നാല് നിനക്കനിയെ സിമ്പിളായിട്ട് ഉപേക്ഷിക്കാം. അതിന് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചില്ലെങ്കിലേ നമ്മൾ തെരുവിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. ലാസ്റ്റ് നയനയും നവ്യയും ഒക്കെ അവിടെ മരുമക്കളായിട്ട് പന പോലെ വളർന്നു പൊങ്ങുന്നത് തെരുവിലിരുന്ന് നമ്മൾ കാണേണ്ടി വരും. ഇല്ലച്ച, അതെനിക്ക് ഒരിക്കലും സഹിക്കില്ല. ആ വീട്ടിലെ മരുമകളായിട്ട് ഞാൻ ചെന്നത് തന്നെ അവിടുത്തെ സമ്പത്ത് കണ്ടിട്ടാ, അല്ലാതെ അനിയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് ഒരിക്കലും ആ പന പോലെ വളർന്ന പനയെ വളർത്താൻ അച്ഛൻ അനുവദിക്കരുത്. അച്ഛൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ച് തരണം. എനിക്കത് മാത്രമേ അച്ഛനോട് പറയാനുള്ളൂ. ഓരോ ദിവസവും എണ്ണിയാ ഞാൻ നിൽക്കുന്നത്. എന്നാണ് എന്നെ പിടിക്കപ്പെടുവാന്നൊന്നും എനിക്കറിയില്ല. അതിനു മുമ്പ് സ്വത്തുക്കളൊക്കെ നമുക്ക് കയ്യിലാക്കണം. അച്ഛൻ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക്, എന്തെങ്കിലും ഒരു വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പം അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്ന അനാമിക നയനയെ ഒന്ന് സൂക്ഷിച്ചു നോക്കുകയും നയനയെ കണ്ടു പേടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ അനാമികയുടെ വായിൽ നിന്ന് ഈ കാര്യം ആരോടും വീഴില്ല. കാരണം അങ്ങനെ വീണ് കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് അനാമികയ്ക്ക് അറിയാം. പക്ഷെ നമ്മുടെ ദേവയാനിക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാമെന്നും അറിയില്ല. അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. വേറൊരു വിശേഷവുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.